Welcome to all. Let today discuss about interest on debentures. നമുക്കറിയാം ഇൻട്രസ്റ്റിൻ്റെ അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന അല്ലെങ്കിൽ ക്യാൻസലേഷൻ നടത്തുന്ന ഡിബഞ്ചേഴ്സിൻ്റെ അതായത് ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് അതിൻ്റെ ജേണൽ എൻട്രീസ് നമുക്ക് ചെക്ക് ചെയ്യാം. The interest on debentures will be retained by the company and this will be credited to the interest on debentures account. Okay, then അതിൻ്റെ എൻട്രി ആണ് interest on debentures account debit credit to bank account and to the interest on debentures. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് അതായത് ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനായിരിക്കാം അല്ലെങ്കിൽ ക്യാൻസലേഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെ അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. On 1st April 2019, X Limited had the 10,000 12% debentures of ₹100 each. The 1,000 on debentures at 96 each were purchased by the company in the open market on 30th September 2019. The debentures interest is payable half yearly on 30th September and 31st March. The company cancelled all the purchased debentures on 31st March 2020. There was a balance of ₹250,000 in a debenture redemption reserve account. Accounts are closed on 31st March every year. Past journal entries. Okay, അപ്പോൾ ഇതിൽ 1st April 2019 എക്സ് ലിമിറ്റിന് എത്ര ഡിബഞ്ചേഴ്സ് ആണുള്ളത്? 10,000 ഒരു ഷെയറിൻ്റെ ഡിബഞ്ചറിൻ്റെ വാല്യൂ 100. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ്. അതിനുശേഷം ഒരു 30th September 2019 ഓക്കെ, ആ ഒരു വർഷത്തിൽ തന്നെ സെപ്റ്റംബർ മാസം അവസാനമായിട്ട് കമ്പനി ഒരു 1000 ഡിബഞ്ചേഴ്സ് ഓൺ ഡിബഞ്ചേഴ്സ് അറ്റ് 96 rupeesന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കമ്പനിയിലെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഹാഫ് ഇയർലി ബേസിസിലാണ്. ഒന്ന് സെപ്റ്റംബറിലും ആൻഡ് മാർച്ച്, അങ്ങനെ 6 months കൂടുമ്പോഴാണ് ആ കമ്പനി എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത്. The company cancelled all the purchased debentures on 31st March 2020. അതിൽ മാർച്ച് 2020 ആകുമ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ആ പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ ഡിബഞ്ചേഴ്സും ക്യാൻസൽ ചെയ്യുന്നുണ്ട്. Where was a balance of ₹250,000 in a debenture redemption reserve account. അതിൽ DRR അക്കൗണ്ടിൽ ഒരു 250,000 ഉണ്ട്. ഇനി ഇവർ അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്യുന്നത് 31st മാർച്ചിലാണ്. അപ്പോൾ ഇവിടുത്തെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ ടു മാർച്ചാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എൻട്രീസ് എല്ലാം റെക്കോർഡ് ചെയ്യേണ്ടത്. സോ ഇതിലത്തെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ അതെന്താണ്? ഓൺ 1st April 2019 10,000 12% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. അപ്പോൾ നമുക്ക് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് എൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ കണ്ടിരുന്നു എന്താണ്? ഇൻട്രസ്റ്റ് എല്ലാം പേയ്മെൻറ്റ് നടത്തുന്നത് സെപ്റ്റംബറിലും അതുപോലെ തന്നെ മാർച്ചിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഈ 10,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10 lakh വരും. ഓക്കെ, ആ 10 lakhൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, 1/, ഓരോ ട്രാൻസാക്ഷൻ അനുസരിച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കത് ഈ ഒരു ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആയി നമുക്ക് കാണിക്കാം. നമ്മൾ പറഞ്ഞു എത്രയാണ് ടോട്ടൽ വരുന്നത്? 10,000 × 100, അതായത് 10 lakh ഡിബഞ്ചേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ് പെർസെൻറ്റേജ് പറയുന്നത്? 12% ആണ്. അപ്പോൾ എത്ര മാസം? ഏപ്രിൽ തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സെപ്റ്റംബറിലാണ് അവർ പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ബിക്കോസ് സെപ്റ്റംബർ ലാസ്റ്റ് ആയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്റ്റംബറോടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ 6 months ആയി. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60,000 കിട്ടും. ഒന്നും കൂടിയും പറയാം. 10 lakhൻ്റെ ഇൻറ്റു എത്ര ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്? 12% ഇൻറ്റു എത്ര മാസം ഉണ്ടായിരുന്നു? 6 ഡിവൈഡ് ബൈ
12. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് വരുന്നത് 60,000 കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഫസ്റ്റത്തെ ആ ഒരു അക്കൗണ്ടിങ് ഇയറിലത്തെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് അടയ്ക്കേണ്ടത് ഏതിലാണ്, അടുത്ത മാർച്ച് മാസത്തിലാണ്. ബട്ട് അതിന് മുന്നേ ആയിട്ട് ഒരു ട്രാൻസാക്ഷൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, 1000 ഓൺ ഡിബഞ്ചേഴ്സ് അറ്റ് 96 ഈച്ച് were purchased by the company in the open market on 30th September 2019. ആ മാസത്തിൽ തന്നെ, ഇത് ആ വർഷത്തിൽ ആ മാസത്തിൽ തന്നെ നമുക്ക് എന്തുണ്ട്, ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന എൻട്രി എന്താണ്, ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. 1000 ഷെയർസ് ആണ്, ഒരു ഷെയറിൻ്റെ വാല്യൂ 96. സോ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക 1000 × 96. ഇനി അടുത്ത ട്രാൻസാക്ഷൻസ്, ഇനി അതിന് മുന്നേ നമുക്ക് വേറെ പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ്, അതായത് അടുത്ത 6 മാസത്തെ ഇൻട്രസ്റ്റ് നമുക്ക് മാർച്ചിൽ അടയ്ക്കണം. സെപ്റ്റംബറിൽ അടച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് വേണം, മാർച്ചിലത്തെ ഡിബഞ്ചേഴ്സ്. അതാണ് 31 മാർച്ച് 2019. നമ്മൾ സാധാരണ എഴുതേണ്ടത് ഏത് എൻട്രിയാണ്, ഇതാണ് എഴുതേണ്ടത്. ബട്ട് നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ഈ ഒരു 1000 ഷെയർസും കൂടി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് ഇപ്പോൾ നമ്മൾ ജേണൽ എൻട്രി ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. കണ്ടോ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ആൻഡ് ടു ദ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. അപ്പോൾ എൻട്രിയാണ് നമുക്ക് എഴുതേണ്ടത്, കാരണം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താം. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രി ചെയ്ത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ആൻഡ് ടു ദ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് 60,000 ആണ്. ഇത് അടുത്ത 6 മാസത്തെ ടോട്ടൽ ഇൻട്രസ്റ്റ് നമ്മുടെ 60,000 ആണ്. ബട്ട് അതിൽ നമുക്ക് എന്തുണ്ട്, സ്വന്തമായിട്ടുള്ള ഇത് ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റും കൂടി ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണം എന്ന് ചെയ്യാനായിട്ട്, കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1000 ഷെയർസ്, 1000 ഡിബഞ്ചേഴ്സ് ആണ് നമുക്ക് എന്തുള്ളത്, ആക്ച്വലി കമ്പനിക്ക് ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം എന്താണ്, ഔട്ട്സൈഡ് അല്ലെങ്കിൽ കമ്പനിക്ക് സ്വന്തം അല്ലാത്ത ഡിബഞ്ചേഴ്സാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിലെ ടോട്ടൽ ഇൻട്രസ്റ്റ് എമൗണ്ട്, അതായത് 60,000. ഇനി ബാങ്കിലേക്ക് കൊടുക്കുന്നത് പേയബിൾ ടു ദി ഔട്ട്സൈഡേഴ്സ്. ഔട്ട്സൈഡേഴ്സിന് എത്ര കൊടുത്തിട്ടുണ്ട്, ഓക്കെ, അതാണ് നമ്മൾ ഏതിൽ കൺസിഡർ ചെയ്യേണ്ടത്, ബാങ്കിലേക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, സോ ഫസ്റ്റത്തെ 1000 ഷെയർസാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 1000ൻ്റെ ഇതിൽ 1000 അല്ലേ, ആ 1000 ഇൻറ്റു 100, അതായത് ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ പർച്ചേസ് പ്രൈസ് അല്ല, അതിൻ്റെ ആക്ച്വൽ നോമിനൽ വാല്യൂ 100 ആണ് അല്ലേ. 100 രൂപയാണ് ഒരു ഡിബഞ്ചറിൻ്റെ ആക്ച്വൽ വാല്യൂ, ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 1 lakh. ദെൻ അതേ ഇൻറ്റു എത്രയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്, 12% അല്ലേ, ഇൻറ്റു എത്ര മാസമാണ് നമുക്കറിയാം, ഹാഫ് ഇയർലി ബേസിസിലാണ്. സോ 6/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 6000 രൂപ കിട്ടും. ഓക്കെ, ഞാൻ ഒന്നും കൂടിയും പറയാം. ഈ ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്, ഇവിടെ മാത്രമേ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് പറഞ്ഞ അക്കൗണ്ടിൽ നമുക്ക് ഫുള്ളായിട്ട് വരുന്ന, അല്ലെങ്കിൽ രണ്ട് ഔട്ട്സൈഡും അതുപോലെ തന്നെ ഓൺ ഡിബഞ്ചേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ്, അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് 60,000 രൂപ കൊടുത്തു. ഇനി നമുക്ക് ബാങ്കിൽ കൊടുക്കേണ്ടത് ഔട്ട്സൈഡ് ഡിബഞ്ചേഴ്സിൻ്റെ ഡ്യൂ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള, അതായത് 1000 ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബാങ്കിൻ്റെ വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം. ബാങ്കിൻ്റെ നമുക്ക് ആക്ച്വലി എത്രയുണ്ട്, 10,000 ഷെയർസാണ് ആക്ച്വലി ഉണ്ടായിരുന്നത് അല്ലേ. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു,
1000 ഷെയർസ് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ബാക്കി എത്രയുണ്ട്? 9000. ഓക്കെ, ആ 9000 ഡിബഞ്ചേഴ്സാണ് നമുക്ക് എന്താണ് ഔട്ട്സൈഡ് ഡിബഞ്ചേഴ്സായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. സോ 9000 ഇൻറ്റു 100. ഓക്കെ, 100. അപ്പോൾ നമുക്ക് 9 lakh കിട്ടും. ആ 9 lakhൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? 6%, 6 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 6 മാസത്തേക്കാണ് നമ്മളെപ്പോഴും ഇവിടെ ഹാഫ് ഇയർലി ബേസിസിലാണ്, അതുകൊണ്ട് തന്നെ 6/12. ആൻഡ് എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്? 12%. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 54,000. അപ്പോൾ ഔട്ട്സൈഡ് ഡിബഞ്ചേഴ്സിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത്. ഒന്നും കൂടി പറയാം, നമുക്ക് ടോട്ടൽ ഉണ്ടായിരുന്ന 10,000 ഷെയർ ഡിബഞ്ചേഴ്സാണ്. അതിൽ 1000 ഷെയർസ് നമ്മൾ എന്ത് ചെയ്തു? ഓൺ ഡിബഞ്ചേഴ്സായിട്ട് പർച്ചേസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി ഔട്ട്സൈഡ് ഡിബഞ്ചറായിട്ട് എത്രയുണ്ട്? 9,000 ആണുള്ളത്. അതാണ് നമ്മൾ ബാങ്കിലേക്ക്, അതായത് ഔട്ട്സൈഡ് ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് ആണ് ബാങ്കിലേക്ക് നമ്മൾ ഡ്യൂ ആയിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു? 9000 ഇൻറ്റു 100 ഇൻറ്റു 6 ഡിവൈഡ് ബൈ 12 ഇൻറ്റു 12%, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 54,000 കിട്ടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 60,000 മൈനസ് 54,000. അപ്പോൾ നമുക്ക് ബാലൻസ് ഫിഗർ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ രീതിയിൽ നമുക്ക് എത്ര ഷെയർസാണുള്ളത്? 1000 ഷെയർസാണ് അല്ലേ ഓൺ ഡിബഞ്ചേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ 1000 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊരു 1 lakh. സോ 1 lakh ഇൻറ്റു 6 ഡിവൈഡ് ബൈ 12. ഈ 100 ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അപ്പോൾ 96 അല്ലേ എടുക്കേണ്ടതെന്ന്. 96 എന്താണ്? പർച്ചേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. നമ്മൾ നോമിനൽ വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഒരു ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്രയായിരുന്നു? 100. അത് വെച്ചിട്ട് വേണം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. സോ 6 ഡിവൈഡ് ബൈ 12 ഇൻറ്റു എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്? 12%. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6000 രൂപ. ഇങ്ങനെയാണ് നമുക്ക് 6000 രൂപ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മാർച്ചിലത്തത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ട്രാൻസാക്ഷൻസ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. The company cancelled all the purchased debentures on 31st March 2020. എന്താണ് ഉണ്ടായത്? മാർച്ച് 2020 ആയപ്പോൾ അതെല്ലാം ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യുന്ന എൻട്രി നമുക്ക് അറിയുന്നതാണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. 12% debentures account debit to the on debentures account to the profit on cancellation of debentures. അപ്പോൾ എത്ര ഷെയർസാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്? 1000 ആണ് അല്ലേ. സോ 1000 ഇൻറ്റു 100 ആ 1 lakh നമ്മൾ എന്ത് ചെയ്തു? നോമിനൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്തു. ഇത് 12% ഡിബഞ്ചേഴ്സിലേക്ക് കൊടുത്തു. ഇനി അടുത്തത് ഓൺ ഡിബഞ്ചേഴ്സ്. ഓൺ ഡിബഞ്ചേഴ്സ് നമ്മൾ എപ്പോഴും എന്താണ് റെക്കോർഡ് ചെയ്യാറ്? പർച്ചേസ്ഡ് പ്രൈസ്. പർച്ചേസ്ഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 96 അല്ലേ. അപ്പോൾ 1000 ഇൻറ്റു 96, അങ്ങനെ 96,000 അതിലേക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട് ഇല്ലേ? 4,000. കാരണം 100 രൂപയുടെ ഡിബഞ്ചേഴ്സ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത് ഏതിലാണ്? 96 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്കവിടെ പ്രോഫിറ്റ് വരുന്നുണ്ട് അല്ലേ. കുറഞ്ഞാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അത് എത്രയാണ് വരുന്ന പ്രോഫിറ്റ്? 4,000. ഇനി നമുക്ക് ഈ 4,000 എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിസർവ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എൻട്രി. ഇത് മാത്രമാണ് നമുക്ക് പുതിയ എൻട്രി ആയിട്ടുള്ള. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എൻട്രീസ് തന്നെയാണ് വരുന്നത്. ഇത് മാത്രമാണ് പുതിയതായിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം? ആ പ്രോഫിറ്റ് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എന്താണ് എത്രയാണ് എമൗണ്ട് വരുന്നത്? 4,000. സോ പ്രോഫിറ്റ് ഓൺ ക്യാൻസലേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് ടു ക്യാപിറ്റൽ റിസർവ് 4,000. അപ്പോൾ നമ്മളതൊക്കെ ട്രാൻസ്ഫർ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ഇൻട്രസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ക്ലോസ് ചെയ്യണം അല്ലേ. ക്ലോസിങ് ഡേറ്റിൽ നമുക്കെല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഒരു 12,000 രൂപ 12 lakh ഉണ്ട്. 1,20,000 ഉണ്ട്. അതെങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് 2 ഹാഫ് ഇയർലി ബേസിസിലാണ് അല്ലേ. 60,000 രൂപ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ആ രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഓൺ ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ട്. അതും കൂടി നമുക്കിനി ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എൻട്രി എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 6,000. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത 6,000.
ഓക്കെ, ഇതിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഡിബഞ്ചർ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ് 1,20,000. അതുകൊണ്ടാണ് അതിൽ എൻട്രി കൊടുത്തിട്ടുള്ളത്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ സ്വന്തം പർച്ചേസ് ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സാണ്. ആ ഇൻട്രസ്റ്റ് നമുക്കാണ്, കമ്പനിക്കാണ് ഡ്യൂ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ്, ഓക്കെ, അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ ഹാഫ് ഇയർലി ബേസ്ഡ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യണം. ഇനി ആനുവൽ ആയിട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 6/12 കാൽക്കുലേറ്റ് ചെയ്യേണ്ട. പിന്നെ ഓൺ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നു പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ കമ്പനിക്ക് ഡ്യൂ ആയിട്ടുള്ള ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഓൺ ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യണം. ആ എൻട്രിയാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ക്യാൻസലേഷൻ പറയുന്നുണ്ട്. ഓൺ ഡിബഞ്ചേഴ്സ് ക്യാൻസൽ ചെയ്യുന്ന എൻട്രി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എഴുതുന്നു. ദെൻ ആ പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി നമുക്ക് അക്കൗണ്ടിലെല്ലാം ക്ലോസ് ചെയ്യണം, അതായത് ഇൻട്രസ്റ്റിൻ്റെ. അതുകൊണ്ടാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, അതായത് 2 മാസം കൊടുത്തിട്ടുള്ള, അതായത് ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു 60,000, ഈ 60,000. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ ക്ലോസ് ചെയ്യാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിമ്പിളാണ്. ഇപ്പോൾ അതിൽ ആ ഒരു വരുന്ന എൻട്രിക്ക് മാത്രമാണ് വ്യത്യാസമുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻട്രസ്റ്റിൻ്റെ കുറച്ചും കൂടി വെറൈറ്റികളായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതായത് എക്സ് ഇൻട്രസ്റ്റ്, കം ഇൻട്രസ്റ്റ്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.